നമസ്കാരം. ഡിറ്റർജൻറ്റ് ലിക്വിഡ് 15 ലിറ്ററിൻ്റെ കിറ്റ് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് കേട്ടിട്ട് ചില ആൾക്കാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. 15 ലിറ്ററിന് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ആ കിറ്റുന്ന എങ്ങനെയാണ് എടുക്കേണ്ടതൊക്കെയുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇത് എൻ്റെ വോയിസ് ഓവറാണ് ഞാൻ കൊടുക്കുന്നുള്ളത്. വീഡിയോയിൽ കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളത് കൊണ്ട് ഞാനിത് മാറ്റി വോയിസ് ഓവർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, ഇതുപോലെ 1 നമ്പറിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ബോർഡറിൽ. ചില ബോർഡറിൽ 2 എന്നുണ്ടാവും, ചിലതിൽ 3 എന്നുണ്ടാവും. അങ്ങനെ 4-5 ഐറ്റം ഒരു കിറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നോക്കാം. ഇത് 3ാമത്തെ ബോട്ടിലാണ്. പിന്നെ ബോട്ടിൽ 4, പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരു ചെറിയ ബോട്ടിലും കൂടി ഉണ്ടാവും. അതും കൂടി എടുത്ത് വെക്കാം. ശേഷം നമ്മൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ആദ്യം വേണ്ടത് 3 ബക്കറ്റ് എടുക്കുക. ഒന്ന് ഏറ്റവും വലിയ ബക്കറ്റാണ് വേണ്ടത്. അപ്പോൾ വലിയ ബക്കറ്റ് ഒന്ന് മസ്റ്റായിട്ട് ഒരു 20 ലിറ്ററിൻ്റെ താഴെ കൊള്ളുന്നെങ്കിലും ബക്കറ്റായിരിക്കണം. കാരണം ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് അതിലാണ് ഇട്ട് മിക്സ് ചെയ്യേണ്ടത്. പിന്നെ ഇത് ഒരു 10 ലിറ്ററിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന 2 ബക്കറ്റും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 3 ബക്കറ്റ് എടുക്കാം. ബക്കറ്റ് എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബക്കറ്റ്. ഒരിക്കലും അലുമിനിയം പാത്രങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു വലിയൊരു ഡ്രമ്മിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 5 ലിറ്റർ വെള്ളം, വലിയൊരു ബക്കറ്റിലേക്ക് ഞാൻ ആദ്യം 5 ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കറക്റ്റായിട്ടൊന്ന് കാണാം. കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ നോക്കുക. ഒരുപാട് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് ഈസിയായിട്ട് ചെയ്യാം. പിന്നെ ചെയ്യുന്ന സമയത്ത് മാസ്കും ഗ്ലൗസൊക്കെ നിങ്ങൾ ധരിക്കുക. ഞാൻ ധരിക്കുന്നില്ല വിചാരിച്ച് നിങ്ങൾ അതുപോലെ അനുകരിക്കരുത്. നിങ്ങൾ മാസ്കും ഗ്ലൗസൊക്കെ ധരിക്കുകയുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാനൊരു 5 ലിറ്റർ വെള്ളം ഈ വലിയ ബക്കറ്റിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 1 മാർക്ക് ചെയ്ത് നീഡിൽ പോലത്തെ ചെറിയൊരു അരിമണി പോലത്തെ നീഡിൽ പോലത്തെ ഒരു ബോർഡർ ഉണ്ട്, അത് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ ഇത് മിക്സിങ് നടക്കുന്നത് കറക്റ്റായിട്ട് നോക്കുക. ഇതിൻ്റെ മിക്സിങ് എങ്ങനെയാണെന്നുള്ളത് നര അതുപോലെ അത് ഒരുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചില ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ അതെന്താ പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് അതിൻ്റെ പതയൊക്കെ അലിഞ്ഞു പോകാനൊക്കെ കുറച്ച് ടൈം എടുക്കും അതിലേക്ക്. അപ്പോൾ ഇതാണ് 1 നമ്പർ മാർക്ക് ചെയ്തിട്ടുള്ള നീഡിൽ പോലുള്ള ബോർഡർ. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഡിഷ് വാഷിൻ്റെയും ഡിറ്റർജൻറ്റിൻ്റെ ഒക്കെ ഏകദേശം ഒരേപോലത്തെ പ്രോസസ്സ് തന്നെയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ കെമിക്കൽസ് വരുന്നുള്ളൂ, ബാക്കിയൊക്കെ സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെയാണ് മിക്സിങ് നടത്തേണ്ടത്. ഒരുപാട് ഫാസ്റ്റായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പതനൊരയൊക്കെ ഒരുപാട് ഇങ്ങനെ വന്നിട്ട് അത് മിക്സിങ്ങിൻ്റെ സമയത്ത് ഒരുപാടാവും. അതായത് ഈ 20 ലിറ്ററിൻ്റെ മുകളിലായിട്ട് അതിങ്ങനെ നരയൊക്കെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് കലക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നരയൊക്കെ വരും, പക്ഷെ കുറച്ച് നരയൊക്കെ വന്നാൽ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമുക്കത് കലക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇതുപോലെ ഉണ്ടാവും. ഇത്രയൊക്കെ നേരം വന്നതെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. നേരെ വന്നെന്ന് വെച്ചാൽ തന്നെ കുഴപ്പമില്ല, പക്ഷെ വലിയ ബക്കറ്റ് ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. ശേഷം നമ്മൾ 4 മാർക്ക് ചെയ്തിട്ടുള്ള ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലുള്ള ലിക്വിഡ് ഉണ്ട്. അപ്പോൾ ആ ലിക്വിഡും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. മിക്സിങ് നന്നായിട്ട് ചെയ്യണം കേട്ടോ. എല്ലാത്തിനും മിക്സിങ് ആണ് പ്രോപ്പറായിട്ട് വേണ്ടത്. നമ്മൾ ഈ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം മാത്രമേ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം അപ്പോഴാണ് അതിൻ്റെ കട്ടിയും ജെല്ല് ടൈപ്പൊക്കെ ആയിട്ട് വരിക. എല്ലാ കെമിക്കലും സെറ്റായിട്ട് വരാനാണ് ഒരു ദിവസം വേണ്ടത്. അപ്പോൾ പെർഫ്യൂം 100 ml ആണ്, 15 ലിറ്ററിന് 30 ml ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ 30 ml പെർഫ്യൂം ഇതിലെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഈ വലിയ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഒരു ചെറിയൊരു ബോട്ടിൽ ഒരു ലിക്വിഡും കൂടി ഉണ്ടാവും ഈ കിറ്റിൻ്റെ അകത്ത്. അത് 5 മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ലിക്വിഡിൻ്റെ കിറ്റും കൂടി ഇതിലേക്ക് ആ ബോട്ടിൽ കൂടി ഇതിലേക്ക് ഒഴിക്കുക. കാരണം അത് ഞാൻ ഒഴിക്കുന്ന സമയത്ത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയി, ഡിലീറ്റ് ആയി പോയി, അങ്ങനെയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിക്കുക.
ശേഷം കളറും കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഈ പൊടികൾ ഒഴികെ ബാക്കിയെല്ലാം ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഒഴിക്കുക. അതായത് 1 ലിറ്ററിലുള്ളത്, അതുപോലെ ചെറിയൊരു ബോട്ടിൽ ലിക്വിഡ് ഉണ്ടാവും, ചെറിയൊരു പെർഫ്യൂമിൻ്റെ ലിക്വിഡ് ഉണ്ടാവും, പിന്നെ കളർ ഒരു ചെറിയൊരു പാട്ടയിൽ കുറച്ചെടുത്ത് കലക്കിയിട്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിക്കുക. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അത് ഓക്കെ. ഇനി 2 ബക്കറ്റ് ഉണ്ട്. ആ 2 ബക്കറ്റിലും കൂടി ഒന്നിൽ 4 ലിറ്റർ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ 15 ലിറ്ററാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിൽ 4 ലിറ്റർ വെള്ളം ഈ ഒരു ബക്കറ്റിലേക്ക് എടുക്കുന്നുണ്ട്. നാല് ലിറ്റർ വെള്ളം ഈ ബക്കറ്റിലേക്ക് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 2 മാർക്ക് ചെയ്തിട്ട് ഒരു പൗഡർ ഉണ്ടാവും. ആ പൗഡർ ഇതിൻ്റെ അകത്ത് ഇടുക. ഈ പൗഡർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡയറക്റ്റ് അങ്ങനെ ഇടാതെ ഈ വെറും വെള്ളമാണ് കേട്ടോ. അത് കയ്യിൽ അതിൽ നിന്ന് ഇതിലേക്ക് ഇട്ടതുകൊണ്ടാണ് ആ നൊര വന്നത്. അത് വേറൊന്നും വിചാരിക്കരുത്, വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല, ഒരു വെള്ളം മാത്രമാണ്. അപ്പോൾ ഇതുപോലെ ആദ്യം വെള്ളം തന്നെ കലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഒന്നിച്ചിടുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ട പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുകൾ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഒരു ഉരുള പോലെ വന്നിരിക്കും. അത് കുഴപ്പമൊന്നുമല്ല, അതെടുത്ത് മാറ്റാം. പക്ഷെ എന്നിരുന്നാലും അതും ഇതിലേക്ക് നന്നായിട്ട് ലയിച്ചിട്ട് കിട്ടണം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ജെല്ലിൽ വന്നിട്ടുണ്ട്. ഇതിൽ ചെറിയ കട്ടായിട്ടുണ്ട്. അത് ഞാൻ ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ കലക്കി എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്യുക നിങ്ങളെല്ലാം. കയ്യിലല്ല ഞാൻ ആദ്യം ഇത് ലിക്വിഡൊക്കെ ചെയ്യുന്നത്, മിക്സർ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ കാണിക്കുന്നത്. മിക്സർ മെഷീൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ലാതെ തന്നെ കുറച്ച് ടൈം എടുക്കും മിക്സിങ്ങെല്ലാം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. മിക്സിങ്ങിനാണ് കുറച്ച് സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കട്ടകളെല്ലാം അതിലേക്ക് ഒടിച്ചെടുത്തിട്ട് മിക്സിങ് ഞാൻ ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കി. ഞാൻ അടുത്ത ബക്കറ്റിലേക്ക് ഒരു 5 ലിറ്ററും കൂടി വെള്ളം എടുക്കുക. 5 ലിറ്റർ വെള്ളം കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം കേട്ടോ. വെള്ളം കൂടിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ബക്കറ്റ് കിട്ടാത്തൊരു അവസ്ഥ വരും. അപ്പോൾ അതിന് മാത്രമല്ല, എല്ലാവരും എടുക്കുന്ന 15 ലിറ്ററിൻ്റെ വെള്ളം എടുത്തിട്ട് പറയും ചില ആൾക്കാർ അത് പിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ബക്കറ്റിൽ നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് എടുക്കുക. വെള്ളത്തിൻ്റെ അളവും കെമിക്കൽസിൻ്റെ എല്ലാം ആ ഒരു ഫോർമുലേഷൻ കറക്റ്റായിരിക്കണം. അപ്പോൾ ഈ 3 മാർക്ക് ചെയ്ത പൗഡർ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ അടിഭാഗത്തായിട്ട് കുറച്ച് ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റ് ഈ വെള്ളത്തിലേക്ക് ഒഴിക്കേണ്ട കാര്യമില്ല. അത് ഞാനെങ്ങനെ ഒഴിച്ചിട്ട് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. വീഡിയോ കുറച്ച് ലെങ്തായി പോയി, അതാണ് ചില സമയത്ത് മ്യൂട്ടായിട്ട് നിൽക്കുന്നത്. അത് ഞാൻ ആ വോയിസ് ഓവർ എക്സ്ട്രാ കൊടുക്കുന്നതുകൊണ്ടാണ്. ഞാൻ അവിടെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ കുറേ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വോയിസൊക്കെ കേട്ടിട്ട് ഈ വീഡിയോയിൽ വോയിസ് ക്ലിയർ ആയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്, പിന്നീടാണ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ആദ്യം നമ്മൾ കലക്കിയ ഈ ബക്കറ്റിലോട്ട് നമ്മൾ അവസാനം കലക്കിയ ഈ ബക്കറ്റിലത്തെ വെള്ളം ഈ പദാർത്ഥം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഈ അടിഭാഗത്താനാവുമ്പോൾ കുറച്ച് ഒരു വേസ്റ്റ് കാണുന്നുണ്ടോ? ആ വേസ്റ്റ് ഇതിലേക്ക് ഒഴിക്കേണ്ട കാര്യമില്ല, അതെടുത്ത് മാറ്റാം. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു തിക്നെസ്സൊക്കെ വരും. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക ആദ്യം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ബക്കറ്റിലെ ലിക്വിഡും കൂടി ഇതിലേക്ക് നമ്മൾ ഒഴിക്കണം കേട്ടോ. ഈ ബക്കറ്റിലുള്ള ഈ ജെൽ ടൈപ്പ് പോലത്തുള്ള ചെറിയ ജെൽ ടൈപ്പ് ആയിട്ടുണ്ടാവും. ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. മിക്സിങ് നന്നായിട്ട് ചെയ്യിക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ
ബുദ്ധിമുട്ട്. ഈ സമയത്തല്ല, നമ്മൾ ആദ്യം തന്നെ ബക്കറ്റിലേക്ക്, വലിയ ബക്കറ്റിൽ നമ്മളെല്ലാം ഒഴിക്കുന്ന സമയത്ത് തന്നെ കളറും കൂടി അതിലേക്ക് ഒരു പാട്ടയിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കറക്റ്റ് മിക്സിങ് ആവില്ല, നല്ല തിക്ക് വരും. തിക്ക് വരുന്ന സമയത്ത് കളറ് ഇടയ്ക്ക് കട്ട പിടിച്ച് വെക്കാൻ ചാൻസ് ഉണ്ട്. ഡയറക്റ്റ് കളർ ഇടരുത്. ഒരു പാട്ടയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഈ കളർ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ആവശ്യമനുസരിച്ചിട്ട് കളർ യൂസ് ചെയ്യുക. കളർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യുക, ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിക്വിഡ് റെഡി ആയിട്ട് കിട്ടും. ഒരു ദിവസം വെക്കണം, 12 മണിക്കൂർ കുറഞ്ഞതെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് ഒരു ഗ്ലിസറിൻ ടൈപ്പ് ജെൽ ടൈപ്പായിട്ട് ലിക്വിഡ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ തരുന്നതാണ്. ഇത് നമ്മളതായിട്ടുള്ളൊരു ബേസിൽ നമ്മൾ കണ്ടുപിടിച്ച ഒരു ലിക്വിഡാണ്. കാരണം ആസിഡ് സ്ലറിയും കാസ്റ്റിക് സോഡയ്ക്കൊക്കെ നല്ല റേറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതില്ലാതെ എങ്ങനെയാണ് ലിക്വിഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു രൂപത്തിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ലിക്വിഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കമൻ്റായിട്ട് പറയാം. ഞാനിത് യൂട്യൂബിൽ ഇടുന്നുണ്ട് ഈ വീഡിയോ. അപ്പോൾ അതിൽ പറയുന്ന ആളോടാണ് ഇത് പറയുന്നത്. ചില ആൾക്കാർക്ക് വാട്സപ്പിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ ഭയങ്കര ബുദ്ധിമുട്ടാണ് കലക്കുന്ന സമയത്ത്, കാരണം കുറച്ച് പണിപ്പെടും. എനിക്ക് ഒന്നാമത് കൈക്ക് നല്ലൊരു വേദനയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മാറി മാറി കലക്കുന്നത്. നല്ല ടൈറ്റ് ആവും അത് നമ്മൾ എന്താ പറയുക, മിക്സർ മെഷീനൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഇപ്പോൾ വരിക. നാളെ എടുക്കുന്ന സമയത്ത് ഇതിനെയും കാട്ടി കട്ടിയായിട്ടുണ്ടാവും ലിക്വിഡ്.